ഹായ് നമസ്കാരമുണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഒരു 20 കിലോമീറ്റർ മാറിയിട്ട് ഒടയഞ്ചാൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ രണ്ടര ഏക്കർ സ്ഥലവും അതിനകത്ത് നല്ലൊരു വീടൊക്കെ ഉള്ള നല്ലൊരു പ്ലോട്ട് കൊടുക്കാൻ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി ഒക്കെ അതേപോലെ കൊടുക്കാനുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നമ്പറിലൊന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്നാല് ഈ ഒരു സ്ഥലത്തോട്ടുള്ള വരാനുള്ള വഴി സൗകര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? ആയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കാമല്ലോ. അതെ, അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് അയറോട്ട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് ഈ റോഡ് ഇവിടുന്ന് നേരെ വരുന്നത് നമുക്ക് ഓടയഞ്ചാലിന് വരുന്ന റോഡാണ്. ഓടയഞ്ചാലിന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ. അതേമാതിരിക്ക് ഇതാകണ് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചുള്ളിക്കരയ്ക്ക് പോണ റോഡാണ്. ഏകദേശം സെയിം കിലോമീറ്റർ തന്നെയാണ്, 3 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് 15 സെന്റ് സ്ഥലവും വീടും വേറെയാണ് വരുന്നത്. അതേപോലെ 2 ഏക്കർ 35 സെന്റ് സ്ഥലം വേറെയാണ് വരുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇതിനകത്ത് റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കുറെ മഹാഗണി, തേക്ക്, കുരുമുളക് എന്ന് വേണ്ട കശുമാവ് ഒക്കെ എല്ലാ വരുമാനമുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാരും ചോദിക്കുക റോഡുണ്ടോ സൗകര്യം ഉണ്ടോ എന്നൊക്കെ അല്ല. നമ്മളൊരു സ്ഥലം എടുക്കുമ്പോ മെയിൻ ആയിട്ട് നോക്കുക റോഡുണ്ടോ സൗകര്യം ഉണ്ടോ എന്നൊക്കെ അല്ല മെയിൻ ആയിട്ട് നോക്കുന്നത്. അതെ, അപ്പൊ ഇതാക്കണ് റോഡ് സൗകര്യം ഉണ്ട് കേട്ടോ. ഏറ്റവും മെയിൻ ഇതാക്കണ് ടാറിങ് റോഡിനോട് ചേർന്നാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഇതാക്കണ് ടാറിങ് റോട്ടുമ്പോൾ നിങ്ങട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിലോട്ടാണ് കേട്ടോ. പറമ്പിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലായിടത്തോട്ടും വണ്ടി എത്തും. എല്ലാ കാറാണെങ്കിലും ജീപ്പാണെങ്കിലും ഒക്കെ എത്തും. പിന്നെ അത് അതിരൊക്കെ തിരിച്ച് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടുള്ളതാണ്, ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ നമ്മൾ പ്ലോട്ടിലോട്ട് വരുമ്പോ നോക്കുകയാണെങ്കിൽ നല്ല ലെവൽ പ്ലോട്ടാണ് കേട്ടോ. അല്ല ഇവിടെയൊക്കെ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് കുറെ ഏറെ നിരപ്പ് സ്ഥലങ്ങളാണ് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് ബാലൻസ് ഭാഗം ചെറിയ ചെരിവ് വരുന്നുണ്ട്. പിന്നെ ഇതാക്കണം നോക്കുകയാണെങ്കിൽ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആൾതാമസമൊക്കെ ഉള്ള ഏരിയ ആണ്. ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ ഈ 2.5 ഏക്കറിന്റെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി വരും, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ ഇതാക്കണേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറെ മരങ്ങളൊക്കെ നോക്കിയാൽ തേക്ക്, മഹാഗണി പോലത്തെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ തേക്കിന്റെയും മഹാഗണിന്റെ ഒന്നും കറക്റ്റ് എണ്ണ ഇപ്പൊ ഇതിന്റെ ഓണർക്ക് അറിയില്ല. കാരണം അതിന് മാത്രം ഉണ്ട്. അതിരുവഴിയാണെങ്കിലും പറമ്പിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ തേക്കും മഹാഗണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി വരും, നമുക്ക് ഓരോന്നായി കാണാം. നമ്മൾ ഈ ഒരു സ്ഥലം വരും നമ്മളെ കാസർഗോഡ് ടൗണിന് ഏകദേശം ഒരു 38 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ എല്ലാ വണ്ടി നമ്മളെ പറമ്പിന്റെ എല്ലാ ഭാഗത്തോട്ടും വരുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ പ്ലോട്ടിൽ നല്ല കായ്ക്കണ കശുമാവൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ കശുമാവുണ്ട്. ഏകദേശം 1 കിൻഡലോളം കശുവണ്ടി കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങോട്ട് വരിക, നമുക്ക് അടുത്ത് കാണാനുണ്ട് നല്ല കായ്ക്കണ തെങ്ങുകളുണ്ട്. ഏകദേശം 50ഓളം തെങ്ങുകളാണ്, നല്ല കായ്ക്കണ തെങ്ങുകള്. അതേപോലെ തെങ്ങ് കാണുന്നതിന് മുന്നേ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കുരുമുളകൊക്കെ നല്ല ഇടതൂർന്നുണ്ടായതുകൊണ്ട് ഒക്കെ തേലും തിരിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കായ്ക്കണ കുരുമുളകാണ്. എല്ലാ മരത്തിലും ഉണ്ട് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ട്. ഏകദേശം 100-500 മൂടോളം ഇതേപോലത്തെ കുരുമുളക് തന്നെ ഇതേപോലെ ഓരോ മരത്തിലും ഇവർ പിടിപ്പിച്ചിട്ടുണ്ട്. അതെ, പിന്നെ നിങ്ങൾ നോക്കി നിങ്ങൾ തേങ്ങയ്ക്കൊക്കെ ഇഷ്ടം പോലെ. തേങ്ങയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അതേപോലത്തെ സ്ഥലങ്ങൾ നല്ല നല്ല എടുത്തിട്ട് കഴിഞ്ഞാല് ഭയങ്കര വിലയാണ് ഇപ്പൊ തേങ്ങയ്ക്കൊക്കെ. അപ്പൊ ഇങ്ങോട്ടൊക്കെ നോക്കി നിങ്ങൾ തേങ്ങയൊക്കെ എത്രങ്ങാനുമാണ്. ചിരട്ടിക്ക് തന്നെ എത്ര 27-30 എത്ര ചിരട്ടയ്ക്ക് 35 ഉറുപ്പ്യ ഉണ്ട് വില. അപ്പൊ അതേപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടോളിട്ടോ. പൈസ ഉള്ളവര് ഇല്ല, പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടോളി. പിന്നെ നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ അതിരുവഴിയല്ല ഫുള്ള് മരങ്ങൾ, തേക്ക്, മഹാഗണി, അതേലൊക്കത്തിലും ഈ സംഭവം കുരുമുളകെല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തേക്കൊക്കെ അത്യാവശ്യം നല്ല വണ്ണുണ്ട് അല്ലേ? നല്ല വണ്ണുള്ള തേക്കാണ്. പിന്നെ പ്ലാവ് ഉണ്ട്, നല്ല കായ്ക്കുന്ന പ്ലാവ്. ഏകദേശം 10-30ഓളം പ്ലാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം. അത് കണ്ടില്ല തേങ്ങയൊക്കെ ചകിരിത്തൊണ്ടെല്ലാം കൂട്ടിയിട്ട് കണ്ടില്ല നിങ്ങള്. ഇതൊക്കെ ഇന്ന് ഈ ഒരു ഭാഗത്തുള്ള ആണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ ഇത്രയുള്ളോ ചോദിക്കും ഇപ്പൊ കുറച്ച് കാണുമ്പോ. ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ആണ് കേട്ടോ. തെങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകൾ തന്നെ. പിന്നെ സ്ഥലമൊക്കെ നോക്കിയാൽ നിങ്ങൾ എവിടെ ഒരു കാടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റായി കിടക്കാണ്. എല്ലായിടത്തോട്ടും നമുക്ക് നടന്നെത്താനൊക്കെ സൗകര്യത്തിന് ഇതാക്കുന്ന നല്ല നീറ്റായി കിടക്കാണ്. കാട് പിടിച്ച് കിടക്കണമൊന്നുമില്ല, എല്ലാം നോക്കണ സ്ഥലമാണ് കേട്ടോ. നല്ല മണ്ണുള്ള സ്ഥലമാണ്. എവിടെ ഒരു മറ്റേ പാറയോ അല്ലെങ്കിൽ വെട്ടുപാറയോ അങ്ങനത്തെ ഒന്നും സ്ഥലങ്ങളല്ല. വെട്ടുകല്ല് ഇപ്പൊ അവിടെ താഴെ റോഡ് എന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ്. പിന്നെ ഇതാക്കണ ഇടയ്ക്കെല്ലാം കുറെ കവുങ്ങും തൈ, ഇതേ മരത്തെ കവുങ്ങും തൈ എല്ലാം കുറെ നട്ടിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്, ഇതൊക്കെ ഇപ്പൊ വെച്ചിട്ട് ഇപ്പൊ കുറച്ചായേ ഉള്ളൂ. പിന്നെ നമുക്ക് കവുങ്ങ് കായ്ക്കുന്ന കവുങ്ങുകളുണ്ട്. ഏകദേശം ഒരു 10-250ഓളം കവുങ്ങുകളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നോരോന്ന് കാണിക്കാം അല്ലെ? അതെ, നമുക്ക് പോയോക്കാം. ഇതാക്കണേ കുറെ മഹാഗണീന്റെ തൈകൾ പുതിയത് നട്ടുപിടിപ്പിച്ചു കേട്ടോ. ഇതൊക്കെ ഇപ്പൊ അധികം പ്രായമാകാത്ത ചെറിയ തൈകളാണ്. ഇനിയിപ്പോ അതേ കൂടെ എല്ലാം ഈ കൊടിയെല്ലാം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നട്ടതാണ് കേട്ടോ. പിന്നെ അതാ ബാക്കി എല്ലാത്തേലും കുരുമുളക് പിടിച്ചിട്ടുണ്ട്. എവിടെ 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ കിടക്കണില്ല കേട്ടോ.
വേണമെങ്കിൽ നമുക്ക് ഇനി ഇഞ്ചിയോ മഞ്ഞള് അങ്ങനത്തെ പോലെ സാധനങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കെല്ലാം കുറെ ഒരു മഞ്ഞളൊക്കെ അവിടെ ഇവിടെ ഒക്കെ നട്ടുവെച്ചത് കാണുന്നുണ്ട്. മഞ്ഞളോ കൂവേ തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഇഞ്ചി മഞ്ഞള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ വീടുണ്ട്, അവിടെ വീടുണ്ട്. അതൊക്കെ നമുക്ക് അയൽവാസികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് ഈ ഒരു പറമ്പിന് ചുറ്റുഭാഗം വീടുകളുണ്ട്. പിന്നെ ഇതാക്കണ നമുക്ക് നല്ല റബ്ബർ ഉണ്ട്. നല്ല എന്താ പറയാ നല്ല പാലുള്ള ഇനം റബ്ബർ കേട്ടോ. അത് 105 ഇനം 414 മിക്സ് ആണ് കേട്ടോ തോട്ടത്തിലുള്ളത്. അപ്പൊ എല്ലായിടത്തോട്ടും നമുക്ക് നടന്നെത്താൻ സൗകര്യത്തിനാട്ടോ. കുന്നും മലയൊന്നും അല്ല, നല്ല എല്ലായിടത്തേക്കും വണ്ടി ചെല്ലാൻ സൗകര്യം ഉള്ളതാണ്. പിന്നെ ഇതാക്കണം നമുക്ക് നടന്നെത്താൻ. ഇനിയിപ്പോ ഏത് പ്രായക്കാരാണെങ്കിലും കുട്ടികളാണേലോ വലിയവരാണേലോ ഒക്കെ പ്രായത്തിന്റെ ഒന്നുമില്ല, നടന്നെത്താനുള്ള ഗതികേടല്ലേ ഒക്കെ പറയും. ഇത് നോക്കിയാൽ റബ്ബറൊക്കെ നല്ല വണ്ണുള്ള നല്ല നല്ല മരങ്ങളാണ് കേട്ടോ. 105 ഇനത്തിൽ പെട്ടതുകൊണ്ട് അതുപോലെ കുറച്ച് മരം 414 കൂടെ മിക്സ്ഡ് ആണ്. അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ഒന്നും വെട്ടി നശിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ടാപ്പിംഗ് ആക്കൽ വളരെ ചുരുക്കം ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. കുറച്ച് ഭാഗം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഇതാണ് എത്ര ഭാഗം മാത്രമേ ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒക്കെ 414 ഉണ്ട്, 105 രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള മരങ്ങളാണുള്ളത്. പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റബ്ബറിന്റെ കൂടി അവര് മറ്റേ കുരുമുളകിന്റെ കൊടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയും ഒന്നും വെറുതെ കളഞ്ഞിട്ടില്ല. ടാപ്പിംഗ് ഓൾക്ക് കറക്റ്റ് നടക്കണില്ല എന്നെ പോലെ എന്ത് ചെയ്താൽ കുരുമുളക് പിടിപ്പിച്ചാണ് കേട്ടോ. അധികം ടാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. നല്ല മരങ്ങളാണ്, നല്ല പാല് കിട്ടുന്ന നല്ല വണ്ണുള്ള മരങ്ങൾ കേട്ടോ. ഏകദേശം 100ഓളം റബ്ബർ മരങ്ങൾ ഉണ്ട് അതേപോലത്തെ. പിന്നെ ഇതാക്കണ ഇടയ്ക്കെല്ലാം ഇതാക്കണ ഇവിടെ മറ്റേ ഇതിന്റെ മരം, ഇരുളിന്റെ മരമാണ് കേട്ടോ. ഇരുളല്ലത് ഇരുളാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഇതാക്കണ എമ്മിലൊക്കെ ഇതൊക്കെ നോക്ക് കുരുമുളക് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. എമ്മിലൊക്കെ എല്ലാത്തേലും അങ്ങോട്ട് ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങള് നല്ല സ്ഥലം കേട്ടോ. പാലെടുത്ത് കൊണ്ടെടുക്കാനും അല്ലേ, പാലെടുക്കാനും ഷീറ്റ് അടിക്കാനും ഒക്കെ. നമ്മളെ കാഞ്ഞങ്ങാടിനാണെങ്കിൽ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാട് നീലേശ്വരക്കാണ് വരുന്നത് കേട്ടോ. കാഞ്ഞങ്ങാടിന് വെറും 20 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നോക്ക് ഇതിനകത്തുള്ള വലിയൊരു മരം കണ്ടോ. അത്യാവശ്യം മരങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരുപാട് മരങ്ങൾ തന്നെ ഉണ്ട് നമുക്ക് ഇതിനകത്ത്. എത്രങ്ങാനും കാട്ടുമരങ്ങൾ ഉണ്ട് അറിയാം ഇതിനകത്ത്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളത്തിന്റെ സൗകര്യമാണ്. ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും സ്ഥലം എടുക്കും. വെള്ളം നമുക്ക് അവിടുന്ന് ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം അല്ലെ, സർപ്രൈസ് ആയിട്ട് നിന്നോട്ടെ. അപ്പൊ നമ്മള് റബ്ബറൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളെ സ്ഥലം ഇതാക്കണം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് ഇപ്പൊ. അത്യാവശ്യം നല്ല നീളത്തിലെത്തി. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് നമുക്ക് ഒടയഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴയ്ക്ക് എത്തട്ടോ. അതേപോലെ ഒരു 27 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നീലേശ്വരം എത്താം. പിന്നെ നമുക്ക് ഒടയഞ്ചാലിന് കൊന്നക്കാട് പോകാം, അല്ലെങ്കിൽ പാണത്തൂർ പോകാം, സുള്ളിയെ പോകാം. അങ്ങോട്ടൊക്കെ പോകാൻ നമുക്ക് ഇനിയിപ്പോ കാഞ്ഞങ്ങാട് പോകാം. സുള്ളിയിലോട്ട് പോകാൻ വെറും 40 കിലോമീറ്റർ. സുള്ളിയിൽ ഇവിടെ നേരെ പാണത്തൂർ പോയി കഴിഞ്ഞാൽ പാണത്തൂരിൽ നിന്ന് സുള്ളിയിലോട്ട് പോകാം. സുള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈസൂർ പോകാൻ 224 കിലോമീറ്ററും. നേരെ നമുക്ക് ബാംഗ്ലൂരിൽ വെച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 337 കിലോമീറ്ററാണ് ബാംഗ്ലൂരിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇവിടുന്ന് പിന്നെ കോട്ടയത്തിന് പോകാന്നുണ്ടെങ്കിൽ നമുക്കൊരു 429 കിലോമീറ്റർ. കോട്ടയത്തു നിന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് സ്ഥലം എടുക്കാൻ വേണ്ടി വരുന്നത്. 429 കിലോമീറ്റർ ആണ് കോട്ടയത്തോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ കോട്ടയം, പാലാ, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നെല്ലാം പോകാൻ ഇഷ്ടം പോലെ ബസ്സുകൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് ചെരിവുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇപ്പൊ പകുതിയോളം എത്തി നമ്മൾ റബ്ബറെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മാത്രം നമുക്ക് ചെറിയ ചെരിവ് വരുന്നുണ്ട്. പക്ഷെ ഈ ചെരിവാണ് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡൊക്കെ എന്റെ മറ്റേ വെട്ടുകല്ല് കല്ലൊക്കെ പാകിയിട്ടുള്ള വണ്ടി പോകാൻ സൗകര്യത്തിനാക്കിയിട്ടുള്ള റോഡാണ് കേട്ടോ. ഇപ്പൊ നിലവില് വണ്ടി പോണതാണ്, മഴക്കാലാണ്. വണ്ടി എവിടെയും കറങ്ങി നിൽക്കും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് നല്ല റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാട് ഇതുപോലെ ആയിട്ടുണ്ട് അല്ലേ, മരങ്ങളൊക്കെ നിറഞ്ഞിട്ട് പച്ചപ്പ് നിറഞ്ഞവിടെ. ഇത് ഈ കാണുന്നൊക്കെ കാട്ടുമരങ്ങളാട്ടോ കൂടുതലായും കാണുന്നതൊക്കെ. പക്ഷെ അതിമേലൊക്കെ നമ്മൾ പറഞ്ഞമാർക്ക് കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 100-500ഓളം മൂട് കുരുമുളക് നമ്മളിപ്പോ ഈ ഒരു പറമ്പിനകത്ത് ഇപ്പൊ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ എല്ലാ കമ്പും ചില്ലൊക്കെ വെട്ടി ഇറക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് തെളിഞ്ഞു കിടക്കും പറമ്പ്. പറമ്പിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് വഴി സൗകര്യം ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഇനി വേണമെങ്കിൽ നമുക്കൊരു ഫാമോ കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. മെയിൻ ആയിട്ട് പറ്റുന്നത് എന്താ വെച്ചാൽ ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൾക്കാരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അടുത്ത വീടുകളൊക്കെ കുറച്ച് ദൂരത്താണുള്ളത്. അതുകൊണ്ട് ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ്. പിന്നെ കോട്ടയം, പാലാ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ സ്ഥലങ്ങളൊക്കെ വിറ്റ് ഇങ്ങോട്ടൊക്കെ വരണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. നമ്മൾ ഇതാക്കണം ആ റോഡിൽ നിന്ന് കയറി വരുമ്പോ ഈ റോഡ് നോക്കിയേ ഇങ്ങോട്ട് വഴി കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഇങ്ങനെ നീക്കം വലിച്ചിട്ടൊക്കെ നിലവിൽ
ഒരു ഫാം എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നീക്കം വലിച്ചിട്ടേക്കട്ടോ. ഇനിയിപ്പോ ഈ ഒരു സ്ഥലങ്ങൾ ഫാമൊക്കെ നടത്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ എടുത്തിടാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഇനി ഒരു കോഴി ഫാമോ പശു ഫാമോ ആട് ഫാമോ പന്നി ഫാമോ അങ്ങനെയൊക്കെ നടത്താൻ നിലവിലിപ്പോ നടത്താൻ എന്താ പറയാ നടത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ കോഴി ഫാമോ പന്നി ഫാമോ ഒക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ്. കാരണം വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാല് അത്രയും കിടുക്കാഴ്ച ഒരു കുളം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഏകദേശം ഒരു 10-200ഓളം കവുങ്ങുകളുണ്ട്. നമുക്ക് ഏത് ഫാം വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. നമുക്ക് പന്നി ഫാം ആണെങ്കിൽ പന്നി ഫാം, അതല്ലെങ്കിൽ കോഴി ഫാം ആണെങ്കിൽ കോഴി ഫാം, അങ്ങനെ എന്ത് ഫാം വേണമെന്നുണ്ടെങ്കിലും അതിന് ആൾക്കാരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നിലവിൽ ഇപ്പോൾ ഇവർ ഇതിനകത്തൊരു പന്നി ഫാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കുറച്ച് സ്ഥലങ്ങളിലായിട്ട്. ഇതിന്റെ അടുത്ത് തന്നെ അല്ലേ? ഇനിയിപ്പോ ഫാം നടത്തേണ്ട നിങ്ങൾക്ക് നല്ല നല്ല കൃഷി ഫ്രൂട്ട്സ് ഐറ്റംസോ അല്ലെങ്കിൽ മറ്റ് അങ്ങനത്തെ കൃഷികൾക്കൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മള് പറമ്പിന്റെ ഏകദേശം മേലെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടോ. ഇനിയിപ്പൊ നമുക്ക് കാണാനുള്ളത് താഴെ ഭാഗത്ത് ബാക്കി കുറച്ച് കവുങ്ങെല്ലാം നട്ടുണ്ട്, നല്ല കായ്ക്കണ കവുങ്ങുണ്ട്. അതുപോലെ വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കുളമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ കോടോത്ത് സ്കൂളും സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് അയറോട്ട് തന്നെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കോടോത്തും ക്രിസ്ത്യൻ പള്ളി വരുന്നുണ്ട്. 2 പള്ളിയുണ്ട്. പള്ളിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ കവുങ്ങ് കേട്ടോ. ഏകദേശം 10-200ഓളം കവുങ്ങുകളുണ്ട്. ഇതേപോലെ നല്ല കായ്ക്കാൻ തുടങ്ങിയ കവുങ്ങുകൾ. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ നമുക്ക് ഫുള്ള് ലെവൽ നല്ല നിരപ്പായ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയാണ് വരുന്നത് കുളമൊക്കെ, വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കുളമൊക്കെ ഇവിടെയാണ് വരുന്നത്. കവുങ്ങൊക്കെ നോക്കിയാൽ നല്ല കായ്ക്കണ കവുങ്ങ്, നല്ല ഉഷാറുള്ള കവുങ്ങ് കേട്ടോ. അപ്പൊ നല്ല രീതിക്ക് തന്നെ അവള് നല്ല ഇതിൽ തന്നെ നോക്കണാണ്. നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം. മൂന്നാം വർഷമുള്ള കവുങ്ങുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം കായ്ക്കുന്ന നല്ല അടിപൊളി കവുങ്ങുകളാണ് കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്ന കവുങ്ങുകളാണ് അല്ലെ? അതെ. പിന്നെ പറമ്പെന്നെ കാണുമ്പോ നമുക്കറിയാം നല്ല നീറ്റായി കിടക്കണം. ഒന്നും കാടൊന്നും കയറാതെ നല്ല വൃത്തിക്ക് നോക്കണ സ്ഥലം കൂടിയാണ് കേട്ടോ. ബാക്കി കുറെ സ്ഥലങ്ങളിൽ ഇതേപോലെ നല്ല കവുങ്ങും തൈ എല്ലാം വേറെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കുളം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? കുളം കാണിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വറ്റാത്ത വെള്ളം, നല്ല സ്ഫടികമായിരുത്ത കണ്ണാടിച്ചില്ലുമായിരുത്ത വെള്ളം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ നിങ്ങള് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇഷ്ടം പോലെ കേട്ടോ. ഇനി വീട്ടിലെ ആവശ്യത്തിനാണെങ്കിലും പറമ്പിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കേട്ടോ. കിട്ടില്ലേ? അടിപൊളി വെള്ളം ഉണ്ട് അല്ലെ? ഇഷ്ടം പോലെ വെള്ളം. 365 ദിവസം ഇതേപോലെ വെള്ളം കിട്ടും കേട്ടോ. ഇപ്പൊ ഒരു വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും പറമ്പിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇതിനകത്ത് നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് വറ്റേയില്ല, ഫുൾ ടൈം ഇതേപോലെ ഉണ്ടാവും എല്ലാ ടൈമിലും. അപ്പൊ നമ്മൾ ഈ ഒരു 2 ഏക്കർ 30-35 സെന്റ് സ്ഥലം അതിനകത്തുള്ള സംഭവങ്ങൾ ഏകദേശം വരുമാനവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 15 സെന്റ് സ്ഥലം ഇതിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊന്ന് പോയിട്ട് കാണാം. 15 സെന്റ് സ്ഥലം അതിനകത്ത് ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീടും കൂടിയാണ് ഇനി കാണാനുള്ളത്. അത് ഇവിടുന്ന് ഇതാക്കണ ഒരു 100 മീറ്റർ അപ്പുറത്താണ് വരുന്നത് കേട്ടോ. അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ അവിടെയാണ് നോക്കിയാൽ കാണുന്നോട് തന്നെ അവിടെയാണ് ആ ഒരു സ്ഥലം വരുന്നത്. അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ. പോരെ. അപ്പൊ വഴിയും സൗകര്യങ്ങളൊക്കെ നോക്കി നേരത്തെ കാണിച്ച അതേ റോഡ് തന്നെയാണ്. അടുത്തടുത്ത 100 മീറ്റർ മാറ്റമുള്ളൂ കേട്ടോ. വീടും മറ്റേ സ്ഥലവും അടുത്തടുത്താണ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ 15 സെന്റ് സ്ഥലവും. അതിനകത്ത് 1800 സ്ക്വയർ ഫീറ്റിലുള്ള 3 ബെഡ്റൂമൊക്കെ ഉള്ള 2 ഹാള് ഒക്കെ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് കേട്ടോ. അപ്പൊ അതിന്റെ ഫ്രണ്ട് നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കയറി വരുമ്പോ നോക്കിയേ ചുറ്റുഭാഗവും മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടാണ് കേട്ടോ. 15 സെന്റ് ചുറ്റുഭാഗവും ഇതേപോലെ മതിലൊക്കെ ചുറ്റുഭാഗം കെട്ടിയിട്ടുള്ളതാണ്. പിന്നെ മിറ്റൊക്കെ നല്ല ലെവലായി കിടക്കുന്ന മിറ്റാണ് കേട്ടോ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വണ്ടികളൊക്കെ എത്ര വേണേലും കൊണ്ടുപോകും നിർത്താനൊക്കെ സൗകര്യത്തിനുള്ള കുറേ സ്ഥലമുണ്ട് കേട്ടോ. മിറ്റൊക്കെ നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രസമുള്ള സ്ഥലം. നമുക്ക് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ, അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണണം. വീടിൻ്റെ സിറ്റ് ഔട്ടൊക്കെ നോക്കിയാൽ എന്താ സ്റ്റൈലെന്ന് അറിയോ. ഇതിൻ്റെ ഈ ഒരു റൂഫും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഒരു വർക്കൊക്കെ നോക്കിയാൽ എന്താ രസം എന്ന് അറിയാം. ഫുള്ള് നല്ല എടുപ്പിലുള്ള നല്ലൊരു രസമുള്ള വീട് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണണം. പിന്നെ സിറ്റ് ഔട്ടൊക്കെ നോക്കിയാൽ നിങ്ങളിങ്ങനെ വരാന്തയായിട്ട് കിടക്കുന്ന സിറ്റ് ഔട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ 2-3 സ്റ്റെപ്പും കാര്യങ്ങളും. നിലമൊക്കെ ഫുള്ള് ടൈലാണ് കേട്ടോ. നല്ല രസമുള്ള കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നല്ലൊരു എടുപ്പുള്ള സംഭവങ്ങളാണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു വെറൈറ്റി ഡിസൈൻ. ഇതൊക്കെ നോക്കിയാൽ ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ ഈ ജനൽ, വാതിൽ, കട്ടില എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഫുള്ള് മരമാണ് കേട്ടോ. ഈ സംഭവങ്ങൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നല്ല മരത്തേൽ കൊത്തുപണി ചെയ്തിട്ടുള്ള എന്താ രസം എന്നറിയോ. ഇതിൻ്റെ ഈ ഒരു വർക്കും ഇതൊക്കെ നോക്കിയേ. ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എന്ത് രസമുണ്ട് എന്നറിയോ. അതേപോലെ ഫ്രണ്ട് ഡോറ് നോക്ക് എന്താ സ്റ്റൈല് അറിയാം. നല്ല ഡിസൈൻ, നല്ലൊരു ഭംഗിയുള്ളൊരു കൊത്തുപണിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡബിൾ ഡോറാണ് വരുന്നത്. നല്ല രസമുള്ള ഡിസൈനും കാര്യങ്ങളും. ഇതൊക്കെ ഫുള്ള് മരം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇങ്ങോട്ട് കയറി നോക്കി. പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കി
ഇതൊക്കെ കണ്ട നിങ്ങൾ എന്താ രസം എന്നറിയോ? നമുക്ക് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് അതിൽ പോകുമ്പോൾ എന്തായാലും ഇതൊന്ന് ഈ ഒരു വീടൊന്ന് കണ്ടാൽ നോക്കാതെ പോയില്ലട്ടോ ആരാണെങ്കിലും. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇത് നോക്കി, ഈ തലയ്ക്കന്ന് ആ തലയ്ക്കൽ വരെ ഫുള്ള് മരത്തെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ജനലിൻ്റെ ഒക്കെ ഡിസൈൻ കണ്ടില്ല, ഇങ്ങനെ വേറെ ഒരു പ്രത്യേക ഡിസൈൻ, നല്ല രസമുള്ള ഭംഗിയുള്ളൊരു കൊത്തുപണിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, വേറെ മോഡലിൽ. അപ്പോൾ എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കി നിങ്ങൾ, രസം നോക്കി, എന്താ ഭംഗി. നമുക്ക് അകത്തൊന്ന് പോയോക്കല്ലേ, അകത്ത് പോയെന്ന് കാണാം അല്ലേ നമുക്ക്. അകത്തേക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്ത് എന്തായിരിക്കും അവസ്ഥ, ഒന്ന് പോയോക്കല്ലെന്ന് വരും. ഓ, അകത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ എന്താ സൗകര്യം എന്ന് പറയാം. 2 ഹാളാണ് ഈ ഒരു വീടിന് വരുന്നത്. 2 ഹാള് 3 ബെഡ്റൂമും ഒക്കെ വരുന്ന നല്ലൊരു വീടാണ്. ഇത് നോക്ക്, ഹാളാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ കയറി വരുമ്പോഴുള്ള ഹാളാട്ടോ. ഗസ്റ്റുകളൊക്കെ വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റിനൊക്കെ ഇരിക്കാനും നമുക്കൊന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ അത്തരം അതിനൊക്കെ പറ്റി നല്ലൊരു സൗകര്യമുള്ള ഹാൾ കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിലമൊക്കെ നോക്കിയാൽ നല്ല കളർ, നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ കളറ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ വീടിന് കുറച്ച് ഭാഗം അതുപോലെ ഓടാണ് ഇട്ടിട്ടുള്ളത്, അതുപോലെ ബാക്കി ഭാഗം കുറച്ച് ഭാഗം വാർപ്പാണ് കേട്ടോ. ചൂട് കുറയും, പിന്നെ നല്ല തണുപ്പായിരിക്കും, നല്ല തണുപ്പ്. പിന്നെ റൂഫ് നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നോക്ക്, നല്ല സ്റ്റീൽ വർക്കാണ്, എല്ലാം സ്റ്റീൽ വർക്കാണ് ഫുള്ള്. അത്യാവശ്യം നല്ല ഗ്യാപ്പ്, എന്താ പറയുക, സ്പേസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഹാളിൽ തന്നെ നോക്ക്, ഇതിൻ്റെ ഈ ഒരു കമാനം പോലെ ഈ ഒരു സംഭവം ചെയ്താണ്ട് ഈ ഒരു ഡിസൈൻ നോക്ക്, 2 ഭാഗത്ത് ഇങ്ങനെ തൂണൊക്കെ ആയിട്ട്. ഇതൊക്കെ മരമാണ്, മരത്തിൻ്റെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ. അത് കണ്ടില്ലേ, ഫുള്ള് മരമാണ്. ഈ ഷെൽഫിൻ്റെ ഈ പടി കൊടുത്തൊക്കെ കണ്ടില്ലേ, ഇതുണ്ടോ ഈ ഒരു സംഭവങ്ങൾ. ഇതൊക്കെ കൊത്തുപണി ചെയ്താട്ടോ. അതൊക്കെ എന്ത് രസമുണ്ടെന്ന് അറിയാം, നല്ല ഭംഗിയിലാണ്, അത്രയ്ക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നോക്ക് എന്ത് രസമാണെന്ന് അറിയാം. ഇനി ഇവിടെ കുറച്ച് ബൾബ്, നല്ല മോഡൽ ഡിസൈൻ ബൾബുകളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഇവിടെയാണ് മെയിൻ ഹാള്, വലിയ ഹാള് വരുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, എത്രങ്ങാനും വലിയ ഹാളെന്ന് അറിയാം. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാനും, ഇനിയിപ്പോൾ ഫാമിലി ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താനൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒത്തുകൂടാനും ഇരിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹാളിൽ നോക്ക്, റൂഫൊക്കെ നല്ല വലുപ്പം, നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നോക്ക്, ഫുള്ള് ഓടാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, ചൂടേ ഇല്ല. നല്ല എന്താ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ, ഇനിയിപ്പോൾ അപ്പുറത്ത് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അവർക്ക് സംസാരിക്കാം. ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അവിടെ TV ഒക്കെ കണ്ടിരിക്കാനും അങ്ങനെ ഉള്ളുമായിട്ടൊരു ബന്ധങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ, ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇരുന്നായിരിക്കും വർത്തമാനം പറയാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു TV സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ കണ്ടില്ലേ, ഒക്കെ ഫുള്ള് മരത്തിൻ്റെ ആണ്, മരത്തിൻ്റെ സംഭവങ്ങളാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ അകത്തിരുന്ന് TV കാണുക, വർത്തമാനം പറയുകയൊക്കെ ചെയ്യാം. പിന്നെ അത് കണ്ടില്ലേ, ഹാളിലും ഇതേപോലെ തന്നെ നല്ലൊരു ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഈ ഒരു സംഭവം കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്. ഇതിൻ്റെ ഈ ഒരു സാധനം, ഈ ഒരു ഫ്രെയിം ഇതൊക്കെ കണ്ടില്ലേ, ഒക്കെ മരമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 4-5 കള്ളിയായിട്ട്. ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൂം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് വരുന്നത് ഒരു റൂം. പിന്നെ ബാക്കി 2 റൂം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. ഒന്ന് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്, അതുപോലെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂമൊന്ന് കാണല്ലേ. അപ്പോൾ നമുക്ക് ഈ റൂമൊന്ന് ആദ്യം കാണാം. അപ്പോൾ ഇതാണ് റൂം വരുന്നത് കേട്ടോ. ആദ്യത്തെ റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. 2 ഭാഗത്തും 3 കള്ളി ജനലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നോക്കി, വലിയ റൂം തന്നെയാണ്. പിന്നെ നമുക്ക് ഷെൽഫെല്ലാം വരുന്നുണ്ട് കേട്ടോ, റാക്ക്, ഷെൽഫ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈലൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റൂം കാണാം കേട്ടോ. അടുത്ത റൂം ഇതാ, നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹാളിൽ നിന്ന് ഇതാ ഇവിടെയാണ് വരുന്നത്. ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. റൂമൊക്കെ വലിയ റൂം തന്നെ, എല്ലാ റൂമും വലിയ റൂമാണ്. റാക്ക്, ഷെൽഫ് എല്ലാം വരുന്നുണ്ട്. ഇതാ റാക്കെല്ലാം വരുന്നുണ്ട്. പിന്നെ നിലമൊക്കെ നേരത്തെ കണ്ട അതേ ഡിസൈൻ ടൈൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വാർപ്പാണുള്ളത് കേട്ടോ. നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം എന്താ പറയുക, ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ ഫുള്ള് വാർപ്പാണുള്ളത്. പിന്നെ ഈ റൂമിന് 2 റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെയിം ടൈൽ തന്നെയല്ലേ അത്, അതിനകത്തുള്ള അതേ ടൈൽ തന്നെയല്ലേ ഉപയോഗിച്ചുള്ളത്. അതെ, എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ടല്ലോ അതിന്, ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇനി നമുക്ക് അടുത്തതാ, നമുക്ക് ഹാളിലോട്ട് വരുമ്പോൾ ഇനി നമുക്ക് കാണാനുള്ള ഡൈനിങ് ഏരിയ കാണാണ്ട്, അതുപോലെ അടുക്കളയൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നമ്മൾ ഈ മെയിൻ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത് കേട്ടോ.
ഡൈനിങ് ഏരിയ ആണെങ്കിലും വലിയ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഹാള് നോക്കി ഒരു 5-8 ആൾക്ക് ഇരുന്ന് ഒരു 8 ആൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്തായാലും നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നോക്കി. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ ജനൽ ഇതാ 2 ഭാഗത്തും 3 കള്ളി ജനൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും അതുപോലെ അപ്പുറത്തും 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഭാഗത്ത് നമുക്ക് വാർപ്പ് തന്നെയാണ് കേട്ടോ. റൂമുകളോ അതുപോലെ ഈ ഡൈനിങ് ഏരിയൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വാർപ്പാണ് വരുന്നത്. നമ്മളെ മെയിൻ ഹാളും അതുപോലെ കയറി വരുന്ന ഹാളും ഒക്കെ ട്രസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്, ഓടിട്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് അടുക്കളയൊക്കെ വരുന്നുണ്ട്. അടുക്കളയിലൊക്കെ എല്ലാവർക്കും കാണാനുള്ളൊരു ആകാംക്ഷയുള്ള സാധനമാണ് അടുക്കളയൊക്കെ. അത്യാവശ്യം നിന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടോ, പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ടോ, ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും. അപ്പോൾ അടുക്കളയാണ് പോയി കാണുന്നത് കേട്ടോ. നല്ല സൗകര്യമുള്ള അടുക്കള. നിലമൊക്കെ നോക്കിയത് വേറെ ഡിസൈൻ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടുക്കളയിൽ. പിന്നെ പാദവും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നല്ല സൗകര്യമുള്ള പാദമൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതാക്കുന്ന പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള അതിനുള്ള എല്ലാ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ആക്കിയിട്ടുണ്ട്. അതുപോലെ റാക്കെല്ലാം വരുന്നുണ്ട്. അകത്ത് നല്ല പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഷെൽഫുകളൊക്കെ ഇതാ പൊടികൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫുകളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എല്ലാവിധ വർക്കുകളും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ഇതാ പുറത്തോട്ട് ഇവിടെ ഫുള്ള് ഗ്രില്ല് ഇട്ടതാണ് കേട്ടോ. പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു വിറകടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിറകടുപ്പ് ആക്കണമെങ്കിൽ ആക്കാം, വിറക് എന്തെങ്കിലും അടുക്കി വെക്കണമെങ്കിൽ അടുക്കി വെക്കാം. പിന്നെ നമുക്ക് അവിടെ പുറത്തൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റുഭാഗം ഇതാക്കണം ഫുള്ള് ഗ്രില്ല് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ വർക്ക് ഏരിയൻ്റെ ഈ ഒരു ചുറ്റുഭാഗം മൊത്തത്തിൽ. പിന്നെ അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതാ ഇവിടെ ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അടുക്കളേൻ്റെ ഇവിടെ വർക്ക് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്ത്. അതുപോലെ നമുക്ക് ഇതാ വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സ്റ്റോർ റൂം എല്ലാം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യത്തിന് വലിയ സ്റ്റോർ റൂം തന്നെയാണുള്ളത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും സൗകര്യങ്ങളൊക്കെ കേട്ടോ. നല്ലൊരു വീടാണ്. ഒരു ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാൻ സൗകര്യത്തിനുള്ള ഒതുങ്ങിയ ഒരു ഭാഗത്തെ ഒരു വീട് തന്നെയാണ് കേട്ടോ. മൊത്തം 1800 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. 3 ബെഡ്റൂമാണ് വരുന്നതിൽ 2 റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമ്മൾ ഹാളൊക്കെ കണ്ടില്ലേ, ഹാളൊക്കെ വലിയ ഹാളാണ് കേട്ടോ. ഈ റൂം ഇപ്പോൾ അടച്ചിട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരാത്തത്. സെയിം റൂം അതേപോലത്തെ ആ ഒരു റൂമിൻ്റെ അതേ സെയിം വലുപ്പത്തിലും അതേപോലത്തെ ഉള്ള റൂമാണ് ഈ ഒരു റൂമുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ടാറിങ് റോഡിനോട് ചാരി തന്നെ കേട്ടോ ഈ സ്ഥലം കിടക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, വണ്ടിയൊക്കെ നേരെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ മതി കേട്ടോ. നല്ല സൗകര്യം. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഒരു പോർച്ചോ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാലാണെങ്കിലൊക്കെ നമുക്ക് വണ്ടി നേരെ കൊണ്ടുവന്ന് നിർത്താനൊക്കെ സൗകര്യമാണ് കേട്ടോ. നമുക്ക് പുറത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു കൊടുത്താലോ? ആയിക്കോട്ടെ, പുറത്തേക്കൊന്ന് പോയൊക്കെ. ഇവിടെ നല്ലൊരു മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ മീനിനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഒരു മീനെ വളർത്തിക്കൊണ്ടിരുന്നായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇപ്പോൾ മീനില്ല, ഇപ്പോൾ നിലവിലില്ല കേട്ടോ. മീൻ വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു മീൻകുളമുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രൂട്ട്സ് തൈകളൊക്കെ നടാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴികളൊക്കെ നോക്കിയാൽ കോഴികളൊക്കെ വളർത്താനോ അതിനൊക്കെ ഒരു വലിയൊരു കൂടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും വീട്ടാവശ്യത്തിനുള്ള കൃഷികൾ കപ്പ ചേന ചേമ്പ് പോലത്തെ നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നടാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഗ്യാപ്പുകൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 2 ഏക്കർ 35 സെൻറ്റ് സ്ഥലം കാണിച്ചായിരുന്നു. അതിനകത്തുനിന്ന് പൈപ്പ് ഇട്ടിട്ടാണ് നമുക്ക് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ സൗകര്യത്തിന് എന്താ പറയുക വെള്ളം എടുക്കുന്നത്. പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീടും സ്ഥലം മൊത്തം 15 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റിൽ പണിത 3 ബെഡ്റൂമുള്ള, അതിനകത്ത് 2 റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള നല്ല കിഡിലനൊരു വീടാണ്. അപ്പോൾ ഈ ഒരു വീടിനും മൊത്തത്തിൽ ഈ ഒരു വീടിനും 15 സെൻറ്റ് സ്ഥലത്തിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ കണ്ട 2 ഏക്കർ 35 സെൻറ്റ് സ്ഥലവും അവർ കൃഷിത്തോട്ടത്തിനും കൂടി അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് സെൻറ്റിന് 13,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ ഒരു വീടിനും ഈ ഒരു സ്ഥലത്തിനും കൂടി 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓണറുമായിട്ട് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ സ്ഥലങ്ങൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.